ഇനി നമ്മുടെ ഹെർബാലൈഫിന്റെ ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും, നിങ്ങൾ ഫോർമുല 1 ആയിക്കോട്ടെ, ഫൈബർ ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഭക്ഷണ രീതിയാണ്. ഡയറ്റ് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഹെർബാലൈഫിന്റെ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് കഴിഞ്ഞാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ലഭിക്കത്തില്ല. റിസൾട്ട് ലഭിക്കും, പക്ഷെ വളരെ ഒരു അമേസിങ് റിസൾട്ട് ലഭിക്കത്തില്ല. കാര്യം എന്താ? നമ്മുടെ ശരീരത്തിന് ഉള്ളിലോട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് വലിച്ചു വാരി തോന്നിയ രീതിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മധുരങ്ങൾ, സ്വീറ്റ്സ്, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഫുഡ്സ്, മൈദ ഐറ്റംസ്, ഇതൊക്കെ ഡെയിലി ബേസിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന റിസൾട്ട് ലഭിക്കത്തില്ല. ന്യൂട്രീഷന് പണി ചെയ്യും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്റ്റ് റിസൾട്ട് ഒരിക്കലും ലഭിക്കത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായുള്ള ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യണം. അത് ഏത് പ്രൊഡക്റ്റ് യൂസ് കഴിഞ്ഞാലും. ഇപ്പൊ ഹെർബാലൈഫ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി ന്യൂട്രീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഡയറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ പട്ടിണി കിടക്കുന്ന പ്രോസസ്സ് അല്ല. നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുന്ന പ്രോസസ്സിനാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കേണ്ടത്, വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ മാത്രമല്ല, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമല്ല. നമുക്ക് ആരോഗ്യത്തോടെ ലൈഫ് ലോങ് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു ഹോസ്പിറ്റലിൽ മുന്നോട്ട് ട്രാവലിംഗിൽ തീർച്ചയായിട്ടും നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കണം. ഭക്ഷണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് വരാനായിട്ട്. അതല്ലാതെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ കഴിക്കുന്ന ഒരു നിർബന്ധം ആരും പറയുന്നില്ല. പക്ഷെ നമ്മൾ ആരും തന്നെ ഭക്ഷണം കഴിച്ച് ശ്രദ്ധിച്ച് കഴിക്കാത്തതുകൊണ്ടാണ് നമ്മളൊരു കോച്ചിൻ്റെ അടുത്ത് വരുന്നത്. അതായത് ശരീരം ഫുള്ളി ഡാമേജ് ആയിട്ട്, എക്സസ് വെയിറ്റ് ആയിട്ടും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടും ഓരോ ഇഷ്യൂസ് ആയിട്ടും നമ്മൾ ഓരോരുത്തരും മീറ്റ് ചെയ്യണത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഭക്ഷണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണം മിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മരുന്നുകൾ കഴിക്കേണ്ടി വരത്തില്ല. ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ ശരീരം റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, ചെറുപ്പമായിരിക്കും, പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ശരീരം കാണിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഔട്ടർ ന്യൂട്രീഷൻ ഉപയോഗിച്ചാലും ഇന്നർ ന്യൂട്രീഷൻ ഉപയോഗിച്ചാലും ഭക്ഷണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മധുരം വെരി വെരി ഡേഞ്ചർ ആണ്. അത് ന്യൂട്രീഷൻ ഉപയോഗിക്കുമ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ, ഇന്നർ ന്യൂട്രീഷൻ ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾ രാവിലത്തെ സ്കിപ്പ് ചെയ്തിട്ട് രാത്രി മാത്രം ഉപയോഗിക്കും. വെറുതെ നിങ്ങളുടെ കാശ് പോകുന്ന പരിപാടിയാണ്. കാര്യം എന്താണ്? നമുക്ക് രാവിലെ ഭക്ഷണം വേണ്ടത് ബ്രെയിൻ ഫുഡാണ്. രാവിലത്തെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ദ ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ തന്നെ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത്. ബ്രെയിൻ ബ്രെയിന് വേണ്ട ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ചെന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡി പ്രോപ്പർ ഫംഗ്ഷൻ നടക്കത്തുള്ളൂ. കാര്യം എന്താ? ബ്രെയിനാണ് എല്ലാ ഫംഗ്ഷനും സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സിഗ്നൽസ് വീക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ ഫംഗ്ഷൻസ് നടക്കും? അപ്പോൾ കൃത്യമായിട്ട് രാവിലെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും രാവിലെ ഒരു 8:30-ക്കുള്ളിൽ നിങ്ങൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്തിരിക്കണം. 8:30-ക്കുള്ളിലെങ്കിലും മിനിമം യൂസ് ചെയ്യണം. നിങ്ങൾ 10 മണിക്ക് യൂസ് ചെയ്യാനും 11 മണിക്ക് യൂസ് ചെയ്യാനും വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. രാവിലെ മോർണിംഗ്, അതായത് നമ്മുടെ മോർണിംഗ് എണീറ്റ് എന്ന ആക്റ്റീവ് വരുമ്പോഴത്തേക്ക് നമ്മൾ ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ രീതിക്ക് തോന്നിയ സമയത്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കോച്ചുമാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് റിസൾട്ട് വേണമെങ്കിൽ കൃത്യമായ ടൈമിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ന്യൂട്രീഷൻ ആണെങ്കിലും അതല്ല നോർമൽ ഭക്ഷണങ്ങളാണെങ്കിലും ടൈമിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് എപ്പോഴും വിശപ്പുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും ഭക്ഷണം കഴിക്കരുത്. അത് അഹങ്കാരമായി പോകും. ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ലിമിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുക. പിന്നെ ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തികൾ എപ്പോഴും ചോദിക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് എന്തോരം ഭക്ഷണം കഴിക്കണമെന്ന്. ഉച്ചയ്ക്ക് നിങ്ങൾ നോർമൽ ഫുഡാണ്. ഇപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ രാവിലെ ന്യൂട്രീഷൻ, വൈകിട്ട് ന്യൂട്രീഷൻ. ഉച്ചയ്ക്ക് നിങ്ങൾ നോർമൽ ഭക്ഷണം കഴിക്കുന്നത്. നോർമൽ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പുമ്പോൾ ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ വിശപ്പ് മാറാനും ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റ് പോരുക. വയറ് മെത്തി ഭക്ഷണം കഴിക്കാതിരിക്കുക. ശ്വാസം മുട്ടുന്ന പോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കത്തില്ല. എപ്പോഴും ലിമിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. അതാണ് വേണ്ടത്. നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ട് മുന്നോട്ട് ട്രാവൽസ് അയക്കുന്നതാണ്. എല്ലാവരും കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക, കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുക, കൃത്യമായിട്ട് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ല ഹെൽത്തി ഹാപ്പിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.